ഇറങ്ങി ആരും എന്തൊന്നും നോക്കാത്ത. അപ്പൊ നിങ്ങൾക്ക് എവിടെ എവിടെ ആര് നന്നാക്കും നാട് നന്നാക്കും നിങ്ങൾ ഓർത്തത്? ഇവിടെ പാൻപരാഗ് വിറ്റു. ഇവിടെ വന്നിട്ട് കഴിഞ്ഞ ദിവസം 1.5 കോടി രൂപയുടെ സാധനം പിടിച്ചു. ആരെന്ത് ചെയ്തു? മുനിസിപ്പാലിറ്റി ലൈസൻസ് കൊടുത്തു. പാൻപരാഗ് ആൻസുമിക്ക ലൈസൻസ് ആരെ കൊടുത്ത? നിങ്ങൾക്ക് ഏത് രമേശ് ചെന്നിത്തല കൊടുത്ത? അതൊക്കെ ഞങ്ങളെ പഠിപ്പിക്കില്ല. ഞങ്ങളൊക്കെ അരി മേടിക്കാൻ വേണ്ടി എടുക്കണേ. ഞങ്ങളെ എതിർക്കണെന്തിനാ? ഞാൻ വല്ല കഞ്ചാവ് കച്ചവടത്തിനും പോണം, ഞാൻ വല്ല ബ്രൗൺ ഷുഗർ കച്ചവടത്തിനും പോണം. അതല്ല, അങ്ങനെ പറയരുത്. അങ്ങനെ അല്ലാത്ത ലൈസൻസിന്റെ അല്ലാത്ത കടയുടെ മുമ്പിൽ ഇത് പ്രൈവറ്റ് ബിൽഡിംഗാ. പ്രൈവറ്റ് ബിൽഡിന്റെ മുമ്പില് ഇല്ലല്ല ഞങ്ങൾക്ക് കച്ചവടം ചെയ്യാനുള്ള അവകാശമുണ്ട്. ഇല്ലില്ല, അങ്ങനെ ഉണ്ടെങ്കിൽ എല്ലാവരും പിടിക്കുന്നത്. അവിടെ ഇരിക്കുന്ന മുനിസിപ്പാലിറ്റി ബിൽഡിംഗ് വാടകയ്ക്ക് കൊടുത്തത് 10 ലക്ഷം രൂപ അഡ്വാൻസ് കൊടുത്തിട്ട് 65-70 ലക്ഷം രൂപ മറച്ചു വിറ്റേക്കാണ്. എല്ലാവരും അനധികൃതമായിട്ട് 40,000 രൂപ 50,000 രൂപ വാടകയ്ക്ക് ഇരിക്കുന്നത്. നോക്കിയേ, അവിടെ ഇരിക്കണം. മുനിസിപ്പാലിറ്റി മേയെ എതിർത്തത് ഒരു ദിവസം ഇതേ മുമ്പിലിരിക്കണേ എല്ലാവരും ഇട്ടേക്കണത്. അവിടെ പോയി നോക്കാണ്ട് ഈ പ്രൈവറ്റ് അബ്ദുള്ളക്കാട ബിൽഡിലേക്ക് വന്നിട്ട് എല്ലാവരും എന്നും അബ്ദുള്ളക്കാട ബിൽഡിലേക്ക് വന്നിട്ട് ഈ അടിങ്ങാറാക്കണത്തിന്. ഇവിടെ വല്ല കഞ്ചാവ് കച്ചവടം വല്ലതും ഉണ്ടാ? ഇവിടെ ചെയ്യണം 1.5 കോടി രൂപ കച്ചവടം ചെയ്യാൻ അവിടെ ആളുണ്ടായി. അവൻ വന്നപ്പോ അവന് പാൻപരാഗ് ആൻസും എല്ലാം ഉണ്ട്. ഈ പോലീസുകാർ പൈസ മേടിക്കുന്നുണ്ട്, മുനിസിപ്പാലിറ്റി മേടിക്കുന്നുണ്ട്, എല്ലാവരും പൈസ മേടിച്ചോണ്ടിരിക്കണം. അവന് ലൈസൻസും കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പിടിച്ചില്ലല്ലോ, താഴെ തല്ലി പൊളിച്ചിട്ട് താഴെ എന്ത് ചെയ്തു? അങ്ങനെയാണ് പൂട്ടി അവരുടെ താക്കോൽ കൊടുത്തു. മുനിസിപ്പാലിറ്റിയിലെ ഉദ്യോഗസ്ഥന്മാരോട് അവന്റെ പണി പോകുന്നു പറഞ്ഞു. അവരുടെ ഉദ്യോഗസ്ഥന്മാരെ പണി പോകുന്നു പറഞ്ഞു. ഇവിടെ എന്താ ന്യായം നീതി? ഞാനൊക്കെ 47 കൊല്ലം ഇവിടെ ജീവിക്കണ പെരുമ്പാവട്ടോളി കണന്തറുള്ള. ഈ പെരുമ്പാവട്ടോളിനെ കുറിച്ച് എനിക്ക് മുക്കും മൂലം എനിക്കറിയാം. ഞാനിവിടെ കച്ചവടം ചെയ്യണേ. ഞാൻ ഇവിടെ വേറെ ഒരു പോക്കറ്റിത്തരം ചെയ്യണം. ഇവിടെ ഇട്ട് ചെയ്യണം. അവിടെ 23,000 വാടകയ്ക്ക്. ഇതിനെപ്പോ ഇത്താൻ കുറ്റം പറയണല്ല. ഞങ്ങളൊക്കെ വേണ്ടപ്പെട്ട ആൾക്കാരാ. ഞാൻ പറയണല്ല, എതിർത്തെന്തിനാ? അത് ഇത്താൻ മനസ്സിലാക്കണം. നസീർക്കാരെന്ന് പറഞ്ഞാൽ മുനിസിപ്പാലിറ്റിയിൽ അവതരിപ്പിക്കണം. അല്ലാണ്ട് നമ്മളല്ല അതേ കണ്ണു നോക്കി അങ്ങനെ നോക്ക്. അത് പിടിക്കണം. ഞാൻ ഇറങ്ങി എത്ര പേരതെ ഇവിടെ ബാർബർ ഷോപ്പ് എടുത്തണം. അവനത് അവിടെ ഇട്ട് വിൽക്കണം. അവന്റെ വീട്ടിലെ നാട്ടിൽ പോയി ആസാമിൽ പോയി കച്ചവടം ചെയ്യാൻ മലയാളിനെ ഓടിക്കുക. അവന് മുനിസിപ്പാലിറ്റി എല്ലാവരും വന്ന് 10 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ അവനവിടെ എടുത്തിടും. അവന്റെ ഉപ്പാടെ സ്ഥലം അത്. അവിടെ അത്രയേറെ ഇരിക്കണം. ആ പന്നി അങ്ങനെ ഉണ്ട്. ഇവിടെ അതെ 3-4 പേര് കൂടിയിട്ടാണ് ഈ പെരുമ്പാവട്ടോണിൽ കിടന്ന് ഭരിക്കുന്നത്. ഭായിമാർക്ക് പെരുമ്പാവട്ടോണ് കൊടുത്താ മലയാളി എനിക്ക് കണ്ണന്തറുള്ള ഒരിക്കലും ഒരു വിലയില്ല. ഞാൻ വല്ല കക്കാൻ പോണോ? ഞാൻ വല്ല കഞ്ചാവ് ചോടത്തിനും പോണോ? ഞാൻ വല്ല അല്ലല്ല, നാട്ടുകാരെ എനിക്കറിയാം. എനിക്ക് ഏതൊക്കെ മൂലം എല്ലാം അറിയാം. എനിക്കും അറിയാം, എല്ലാവർക്കും അറിയാം. എല്ലാ രീതിയും നമുക്കറിയാം. അത് നമ്മളെ ഉദ്ധരിക്കില്ല. പഠിച്ചു നമ്മളെ ഉദ്ധരിക്കലല്ല, പിടിക്കുമ്പോ മൊത്തത്തിൽ പിടിക്കണം. ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഇൻഫർമേഷൻ തരാം. എല്ലാ മേഖലയും പിടിക്കാൻ പറ്റുമോ? പക്ഷെ പിടിക്കുമ്പോ നമ്മളും 10 പ്രാവശ്യം ചെല്ലുമ്പോൾ ഒരു പോലീസുകാരൻ പോയി എല്ലാ ദിവസവും പോയി ചെക്ക് ചെയ്യുമ്പോ അവരുടെ ദോസ്തായി. എന്താ കച്ചവടം? ഇവിടെ 6.5 മണിക്കൂർ ഒരു ഇഞ്ചക്ഷൻ ഉണ്ട്. എന്തോരം പേര് നോക്കണം എന്നറിയാം. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യണം? ഇതെന്ത് കിട്ടും? 2000. അപ്പൊ എനിക്കൊരു 1000 തന്നേക്ക്. നിങ്ങളുടെ അവിടെ കൂടാം. ഇതാണ് അംഗം. നാട് നന്നാക്കാൻ നടക്കൂല. നമുക്ക് മന്ത്രിയാവാനോ മുഖ്യമന്ത്രി ആവാനോ ജീവിതത്തിൽ നടക്കൂല. മോദിയായത് മോദിയുടെ ഒരു ഗുണം കൊണ്ട് അടിച്ചമർത്തി പല രീതിയിലും പോയി. അതേമാതിരി നമുക്ക് പറയാം. നമ്മളെല്ലാം സാധാരണക്കാർ, ഇത്തായും സാധാരണക്കാർ. നമ്മൾ താനെ വെക്കാനൊക്കെ എനിക്കിതേ നമ്മളൊക്കെ ആരാ എന്താന്നൊക്കെ നമുക്കറിയാം. അപ്പൊ നമ്മുടെ അടുത്തേക്ക് വരുമ്പോ മുനിസിപ്പാലിറ്റി പറ എപ്പോഴും നമ്മൾ വന്ന് ചിറ്റിക്കില്ല. ഞാൻ ഉണ്ടാവില്ല, ഭായിമാരെ കേൾപ്പിച്ചിട്ട് പോകും. ഇതൊന്ന് 3-4 പ്രാവശ്യം വന്നു. നമുക്കും ദുഃഖമുണ്ട്. അതിന്റെ പേരിൽ പറഞ്ഞേട്ടാ.